ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാൻ ഷാരു ആണ്. ഇന്ന് കാണിക്കാൻ പോകുന്ന വീഡിയോ പുതിയതായിട്ട് പണിയുന്ന വീടുകളുടെ ഏറ്റവും ചെലവ് കുറഞ്ഞ രീതിയിൽ എങ്ങനെയാണ് ബാത്റൂം വാട്ടർ പ്രൂഫ് ചെയ്തെടുക്കാം എന്നാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടു നോക്കൂ എങ്ങനെയാണെന്നുള്ളത്. അതിൻ്റെ ബോക്സാണ് നമ്മളിപ്പോൾ അൺബോക്സ് ചെയ്യുന്നത്. അതിൻ്റെ ബോക്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 15 കിലോയുടെ ഒരു ബോക്സ് ആയിട്ടാണ് വരുന്നത്. ഇത് 3 kg ബോക്സായിട്ടും വരും, പക്ഷെ നമുക്കത് തികയാത്തതുകൊണ്ട് 15 കിലോയുടെ ബോക്സ് ആയിട്ടാണ് വാങ്ങിയിരിക്കുന്നത്. 3 ബോക്സാണ് നമ്മളിവിടെ വാങ്ങിയിട്ടുള്ളത്. ഇതിനകത്ത് ഒരു ബോക്സിൻ്റെ വെയിറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും അവിടെ കൊടുത്തിട്ടുണ്ട് പൗഡർ പോളിമർ എന്ന് എഴുതിയിട്ടുണ്ട്. അതിനകത്ത് പൗഡർ അവരെഴുതിയിരിക്കുന്നത് 10 കിലോയും പോളിമറിന് 5 കിലോയുമാണ് എഴുതിയിരിക്കുന്നത്. ഇതിൻ്റെ ബോക്സ് എല്ലാ ഡീറ്റെയിലും കൊടുത്തിട്ടുണ്ട്, നിങ്ങളിത് നോട്ട് ചെയ്ത് വെച്ചോളൂ. സ്മാർട്ട് കെയർ ഡാം ബ്ലോക്ക് 2K എന്നാണ് ഇതിൻ്റെ പേര്. ഇത് ഏഷ്യൻ പെയിൻറ്റിൻ്റെയാണ്. ഏഷ്യൻ പെയിൻറ്റിൻ്റെ അല്ല, വേറെ കമ്പനികളുടെയും കിട്ടും. ഞാൻ വാങ്ങിയിരിക്കുന്നത് ഏഷ്യൻ പെയിൻറ്റിൻ്റെയാണ്. അതുപോലെ തന്നെ ഡോക്ടർ ഫിക്സിറ്റിൻ്റെയും വളരെ നല്ലൊരു പ്രൊഡക്റ്റാണ്. അപ്പം ഇതിൻ്റെ പേര് ആദ്യമേ നോട്ട് ചെയ്ത് വെച്ചു നമ്മൾ കാര്യങ്ങൾ പറയുന്നതിന് മുമ്പേ. കാരണം ഞാൻ ഇത് ഒരുപാട് അന്വേഷിച്ചിട്ട് എനിക്ക് കിട്ടിയതാണ്. കാരണം എനിക്കിതിൻ്റെ പേര് കിട്ടിയില്ല, ഇങ്ങനെ ഒരു സാധനം ഉണ്ടെന്ന് അറിയാമായിരുന്നു. അപ്പോൾ ഞാൻ തന്നെ ഇത് ചോദിച്ച് പറഞ്ഞൊക്കെ വാങ്ങിച്ച ഒരു സാധനമാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിലൊക്കെ നിങ്ങളും ഒന്ന് നോട്ട് ചെയ്ത് വെച്ചു, അല്ലെങ്കിൽ എൻ്റെ പേര് തപ്പി നമ്മൾ പോകാനായിട്ട് ബുദ്ധിമുട്ടും. അപ്പം ഇപ്പോൾ എല്ലാ പുതിയ വീടുകളിലും വാട്ടർ പ്രൂഫ് ചെയ്തിട്ടാണ് നമ്മൾ ടൈലിടുക. എല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിൽ നിന്ന് താഴോട്ട് നമ്മൾ കിടക്കുന്ന ബെഡ്റൂമിലോ എവിടെയോ ആയിക്കോട്ടെ ലീക്ക് ഉണ്ടാകാനുള്ള ചാൻസ് വളരെ കൂടുതലാണിപ്പോൾ. അപ്പം ഇതിനകത്ത് വന്നിരിക്കുന്ന പ്രൊഡക്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ 2 പ്രൊഡക്റ്റാണ്. ഈ 2 പ്രൊഡക്റ്റിനകത്ത് ഒന്ന് 10 kg അത് 10 കിലോയുടേതും 5 കിലോയുടെയും പ്രൊഡക്റ്റാണ് വരുന്നത്. ഇത് രണ്ടും ഒരേപോലെ തന്നെ നമ്മൾ മിക്സ് ചെയ്തെടുക്കണം. ഇപ്പം നമ്മൾ 2.5 കിലോയെ ആ ലിക്വിഡ് എടുക്കുന്നുള്ളൂ. അപ്പോൾ അതിനനുസരിച്ചുള്ള പൗഡറും എടുക്കുക. എത്ര ആണോ എടുക്കുന്നത്, നമ്മളിപ്പോൾ 10ഉം 5ഉം ആണ്, അത് എത്ര ആണോ എടുക്കുന്നത് അത് കറക്റ്റായിട്ട് തന്നെ മിക്സ് ചെയ്യുമ്പോൾ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. എങ്കിലേ അതിൻ്റെ ആ ഒരു കൂട്ട് മിക്സ് കറക്റ്റായിട്ട് വരത്തുള്ളൂ. ഇത് നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിനകത്ത് നമ്മൾ വാട്ടർ ചേർക്കുന്നില്ല. ഈ ഒരു ലിക്വിഡ് നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ ഒരു ലിക്വിഡ് വെച്ചിട്ട് മാത്രമാണ് നമ്മളിത് മിക്സ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇതൊരു കെമിക്കൽ പ്രൊഡക്റ്റാണ്. ഇത് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിച്ച് ഉപയോഗിക്കുക. നമ്മൾ വീട്ടിലുള്ളവർക്കായാലും ചെയ്യാവുന്നതേ ഉള്ളൂ. എങ്കിൽ പോലും ലേഡീസ് ഒന്നും ഇത് ചെയ്യാൻ ശ്രമിക്കേണ്ട. വീട്ടിൽ നമ്മുടെ ബോയ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ചെയ്യാം, അല്ലെങ്കിൽ പെയിൻറ്റ് ചെയ്യാൻ അറിയുന്ന ആൾക്കാർക്ക് ഇത് ചെയ്യാവുന്നതേ ഉള്ളൂ. നിങ്ങൾ ഈ കാര്യം നിങ്ങൾ പുറത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല റേറ്റ് ആവും. എനിക്കായിട്ടുള്ള റേറ്റും കാര്യങ്ങളുമൊക്കെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം ഡീറ്റെയിൽ ആയിട്ട്. അപ്പം ഇതെങ്ങനെ മിക്സ് ചെയ്യുന്നതെന്ന് നമുക്ക് ഫസ്റ്റ് നോക്കാം. നമ്മൾ ആ പ്രൊഡക്റ്റ് രണ്ടും ഈക്വലായിട്ട് പപ്പാതി എടുത്തിട്ടുണ്ട്. ഒന്ന് 2.5 മറ്റേത് 5 വീതം വെച്ച് എടുത്തിട്ടുണ്ട്. ബാക്കി ബാലൻസ് നമ്മളവിടെ വെച്ചിട്ടുണ്ട്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇതിൽ വെള്ളം ചേർക്കാൻ പാടില്ല. വെള്ളം ചേർക്കാതെ തന്നെ ഇത് നമ്മൾ മിക്സ് ചെയ്ത് എടുക്കുക. മിക്സ് ചെയ്തെടുത്തിട്ട് നമ്മൾ ബ്രഷ് ഉപയോഗിച്ചിട്ട് വേണം അതുപോലെ തന്നെ ഇത് നമ്മൾ ബാത്റൂമിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ബാത്റൂമിൽ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ബാത്റൂം നമ്മൾ നീറ്റായിട്ട്, അതായത് ഇപ്പോൾ വർക്ക് നടക്കുന്ന സൈറ്റ് ആണെന്നുണ്ടെങ്കിൽ അവിടെ മറ്റേ സിമെൻറ്റും പൊടികളും ഒക്കെ കാണും. അതെല്ലാം നമ്മൾ എടുത്ത് മാറ്റണം. അതുപോലെ കല്ല് എന്തൊക്കെയുണ്ടെങ്കിലും അത് എടുത്ത് മാറ്റി ബാത്റൂം ഫസ്റ്റ് തന്നെ നമ്മൾ ക്ലീൻ ചെയ്യണം. ചെളി ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം നമ്മളത് കഴുകിക്കളയണം. ഇതിൻ്റെ റേറ്റ് ഇവിടെ കൊടുത്തിരിക്കുന്നത് 2318 രൂപയാണ്. പക്ഷേ എനിക്ക് കിട്ടിയിരുന്ന 1950 രൂപയ്ക്കായിരുന്നു എനിക്ക് കിട്ടിയിരുന്നത്. അതായത് 15 കിലോയുടെ ബോക്സിൻ്റെ കാര്യമാണ് പറയുന്നത്. 3 കിലോയുടെ ബോക്സും നമുക്ക് കിട്ടും. അതിന് 400 രൂപയാണ് ഉള്ളത്. നമ്മൾ ഇപ്പോൾ അത് മിക്സ് ചെയ്തിട്ടുണ്ട്, ഇവിടെ അപ്ലൈ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് എങ്ങനെയായിരുന്നെന്ന് കണ്ടല്ലോ. ഇപ്പോൾ അവരത് ഫസ്റ്റ് കോട്ട് അവർ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അത് അവിടെ പിടിക്കാത്ത കുറച്ച് സ്ഥലത്ത് അവരൊന്നും കൂടെ നന്നായിട്ട് അപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്ലൈ ചെയ്യുന്ന ഇത്രയേ ഉള്ളൂ. അത് ആ മിക്സ് ചെയ്യുന്നത് മാത്രം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക എങ്ങനെയാണെന്നുള്ളത്. മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഡയറക്റ്റ് കൊണ്ടുപോയിട്ട് എത്ര ഹൈറ്റിലാണോ നിങ്ങൾക്ക് ആവശ്യം അത്രയും ഹൈറ്റ് കണ്ടിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുക. ഈ ബാത്റൂം ഏകദേശം 7 അടി ഹൈറ്റ് നമ്മൾ ഫസ്റ്റ് കോട്ട് നമ്മളിവിടെ അടിച്ചിട്ടുണ്ട്. ഇപ്പം ബാത്റൂമിൽ നമ്മൾ 7 അടി ഹൈറ്റിൽ അടിച്ചിട്ടുണ്ടെങ്കിൽ ഷവറിൽ നിന്നൊക്കെ വെള്ളം വീഴുമ്പോൾ നമുക്ക് ആ വോളിലൊന്നും ലീക്കൊന്നും ഉണ്ടാകാതെയിരിക്കും. പ്രത്യേകിച്ച് നമ്മൾ ഫസ്റ്റ് ഫ്ലോറിൻ്റെ ബാത്റൂം ചെയ്യുമ്പോൾ നല്ലതായിട്ട് വൃത്തിയായിട്ട് ചെയ്യുക. ഫസ്റ്റ് കോട്ട് അടിച്ച് ഇപ്പോൾ ഇത് ഡ്രൈ ആയിട്ടുണ്ട്. ഇതിന് ശേഷം നമുക്ക് സെക്കൻഡ് കോട്ടും കൂടെ അടിക്കുന്നുണ്ട്. നമ്മൾ 4 ബാത്റൂം ആയിരുന്നു ചെയ്തിരുന്നത്. 4 ബാത്റൂമിലും നമ്മൾ 2 കോട്ട് അടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഫസ്റ്റ് ഫ്ലോറിലെ 7 അടി ഹൈറ്റും എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ താഴത്തെ ബാത്റൂം നമ്മൾ ഏകദേശം 4-4.5 ഹൈറ്റ് മാത്രമേ എടുത്തിട്ടുള്ളൂ. അങ്ങനെയായിരുന്നു ചെയ്തിരുന്നത്.
അതുപോലെ തന്നെ ഇതിൻ്റെ റേറ്റ് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ തനിയെ ചെയ്യുവാണെങ്കിൽ എത്ര രൂപയാകും എന്ന് ഞാൻ പറയാം. അതുപോലെ തന്നെ പുറത്ത് ചെയ്യിപ്പിക്കുവാണെങ്കിൽ നമുക്ക് അതിൻ്റെ ഡബിളല്ല, അതിൻ്റെ ത്രിബിളോളം ആകും നമുക്ക് റേറ്റ്. നല്ല റേറ്റ് ആകും പുറത്ത് ചെയ്യുമ്പോൾ. ഒരു ബാത്റൂം തന്നെ നമ്മൾ ചെയ്യാൻ പുറത്ത് ചോദിക്കുമ്പോൾ നല്ല റേറ്റ് അവർ പറയുന്നുണ്ട്. അപ്പം എനിക്കായ റേറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു 2000 വെച്ചിട്ട് നമ്മളൊരു ബോക്സിന് കണക്ക് കൂട്ടുവാണെന്നുണ്ടെങ്കിൽ ഞാൻ 3 ബോക്സ് ആയിരുന്നു എടുത്തിരുന്നത്. 3 ബോക്സ് എന്ന് പറയുമ്പോൾ 45 kg ആണ്. 45 kg നമുക്ക് സാധനം നമുക്ക് മെറ്റീരിയൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിന് ടോട്ടൽ നമുക്ക് 2000 രൂപ, അതായത് ഒരു ബോക്സിന് 2000 രൂപ വീതം വെച്ചിട്ട് എനിക്ക് 6000 രൂപയായിരുന്നു 3 ബോക്സിനായിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഇത് ക്ലീനിങ് കൂടുതലുണ്ടെങ്കിൽ മാത്രം നമുക്ക് 2 ദിവസത്തേക്ക് വർക്ക് ഉണ്ടാവത്തുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ഒറ്റ ദിവസം കൊണ്ട് വർക്ക് ചെയ്ത് തീർത്ത് കിട്ടും. എനിക്ക് ഒരു ദിവസം കൊണ്ടായിരുന്നു, കാരണം അധികം ക്ലീൻ ചെയ്യാൻ ഇതിനകത്തില്ലായിരുന്നു. അതുപോലെ തന്നെ നമ്മളിത് ചെയ്യുന്ന സമയത്ത് നല്ലതായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം നമ്മളൊന്ന് വെറ്റാക്കണം. ചെറുതായിട്ട് വെള്ളം ഒന്ന് സ്പ്രേ ചെയ്തതിന് ശേഷം വേണം നമ്മൾ ഇത് അപ്ലൈ ചെയ്യാനായിട്ട്. അല്ലാതെ ഒരുപാട് ഡയറക്റ്റ് ആയിട്ട് കിടക്കുന്ന പ്ലേസ് ആണെന്നുണ്ടെങ്കിൽ അതെല്ലാം തുടച്ച് മാറ്റി കഴുകി വൃത്തിയാക്കിയിട്ട് വേണം നമ്മളിത് ചെയ്യാൻ. കഴുകി വൃത്തിയാക്കുമ്പോൾ ആ വെള്ളത്തോടു കൂടി നമുക്കിത് അടിക്കാനും പറ്റത്തില്ല. ഏകദേശം നമ്മൾ അതൊന്ന് ചെറിയൊരു വെറ്റായിട്ട് നിൽക്കുന്ന ആ ഒരവസ്ഥയെ മാത്രമേ നമുക്കത് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങാൻ പറ്റത്തുള്ളൂ, ഇത് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എനിക്കിത് 6000 രൂപയായിരുന്നു മെറ്റീരിയലിനായത്. അതുപോലെ തന്നെ ഒറ്റ ദിവസത്തെ വർക്കേ ഉള്ളായിരുന്നു. 2 പേര് വന്നിട്ടായിരുന്നു ചെയ്തത്. അപ്പോൾ എനിക്ക് 2000 രൂപ അടുപ്പിച്ച് അവരുടെ വർക്കിംഗ് കോസ്റ്റ് ആയിട്ടുള്ളൂ. അപ്പോൾ ടോട്ടൽ എനിക്കൊരു 8000 രൂപ ഇതിനായിട്ടുള്ളൂ. അതായത് ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ട് 10000 രൂപയ്ക്ക് താഴെ മാത്രമേ എനിക്ക് 4 ബാത്റൂം വാട്ടർ പ്രൂഫ് ചെയ്തപ്പം ആയിട്ടുണ്ടായിരുന്നുള്ളൂ. കാരണം ഞാൻ തന്നെ പോയിട്ട് പർച്ചേസ് ചെയ്ത് കൊണ്ടുവന്ന് ഈ സാധനം, അതായത് ഈ മെറ്റീരിയൽ ഉണ്ടല്ലോ, ഈ മെറ്റീരിയൽ ഞാൻ തന്നെ കൊടുത്തു. ഞാൻ 2 പേരെ വിളിച്ച് ചെയ്യിപ്പിക്കുമായിരുന്നു ചെയ്തത്. അതുകൊണ്ട് നമുക്ക് ടോട്ടൽ ചിലവ് ഒരു 8000 രൂപ ആയിട്ടുള്ളൂ. അപ്പം നിങ്ങൾക്ക് വീട്ടിലെ വാട്ടർ പ്രൂഫ് ചെയ്യാനായിട്ട് താല്പര്യമുള്ളവർ സ്വന്തമായിട്ട്, അതായത് എല്ലാ പെയിൻറ്റ് ഷോപ്പുകളിലും ഇപ്പോൾ ഇത് കിട്ടും. ഇതിപ്പോൾ ഉണങ്ങിയതിന് ശേഷമുള്ളതാണ് ആ വോളിൽ കാണുന്നത്. ഒരു വോൾ ഉണങ്ങിയിട്ടുണ്ട്, മറ്റേ വോള് കംപ്ലീറ്റായിട്ട് ഉണങ്ങിയിട്ടില്ല. ഈ വോള് നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ആഷ് കളർ, ഒരു സിമെൻറ്റിൻ്റെ വേറൊരു കളർ രൂപത്തിലാണ് നമുക്കിത് നല്ലതായിട്ട് ഡ്രൈ ആയതിന് ശേഷം കിട്ടുക. ഇപ്പം താഴെയൊന്നും ഡ്രൈ ആയിട്ടില്ല, മറ്റേ ആ ഒരു സൈഡ് നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. അതാണ് ഇതിനകത്ത് കാണിച്ചു തന്നത്. അപ്പം വാട്ടർ പ്രൂഫ് ചെയ്തിട്ട് ചെയ്യാനായിട്ട് പുതിയ വീട് വെക്കുന്നവരെല്ലാവരും തന്നെ ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിൽ നിന്നുള്ള ആ ഒരു ലീക്ക് താഴോട്ട് വരുമ്പോഴത്തേക്ക് ഒന്നിൽ കിടക്കുന്ന മുറിയിൽ അല്ലെങ്കിൽ കിച്ചണ് എവിടെ ആയിരുന്നാലും നമുക്കത് വൃത്തികേടായിട്ടും ഭാവിയിൽ നമുക്ക് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റാണ്ടേ ആകും. അപ്പോൾ ആദ്യം തന്നെ നമ്മളിത് ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുക. അതുപോലെ തന്നെ കോസ്റ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ഇത്ര കോസ്റ്റ് ആകത്തുള്ളൂ. പക്ഷേ പുറത്ത് കൊടുത്ത് ചെയ്യിപ്പിച്ചാൽ ഇതിന് ഒരു ബാത്റൂമിന് തന്നെ ഏകദേശം 10 രൂപയൊക്കെ അടുപ്പിച്ച് ആകാനുള്ള ചാൻസ് ഉണ്ട്. ഞാൻ ചോദിച്ചപ്പോൾ എനിക്ക് ഏകദേശം അവർ നല്ല റേറ്റ് ആയിരുന്നു പറഞ്ഞിരുന്നത്. അതുകൊണ്ടാണ് ഇത് താഴത്തെ ബാത്റൂമാണ്. താഴത്തെ ബാത്റൂം 4.5 അടി ഹൈറ്റിലേ നമ്മൾ ചെയ്തിട്ടുള്ളൂ. കാരണം താഴത്തെ ബാത്റൂം അധികം ലീക്ക് വരത്തില്ലെങ്കിൽ പോലും ചില വീടുകളിൽ ഇപ്പോൾ കാണുന്നുണ്ടല്ലോ, താഴത്തെ ബാത്റൂമിൻ്റെ ഭിത്തി ഭാഗങ്ങൾ ഒരുമാതിരി വെറ്റായിട്ട് കുതിർന്ന് ആ ഒരു നമ്മൾ പെയിൻ്റൊക്കെ അടിച്ചതിങ്ങനെ പുറത്തോട്ട് ഇരിക്കുന്നത്. അപ്പം ചിലർ ചോദിക്കാറുണ്ട് എന്തിനാണ് നമ്മൾ താഴത്തെ ബാത്റൂം, അതായത് ഗ്രൗണ്ട് ഫ്ലോറിലെ ബാത്റൂം വാട്ടർ പ്രൂഫ് ചെയ്യേണ്ട ആവശ്യം എന്നുള്ളത്. കാരണം ഗ്രൗണ്ട് ഫ്ലോറിലെ ബാത്റൂമിൽ വെള്ളം താഴോട്ടല്ലേ ഇറങ്ങത്തുള്ളൂ. അതുകൊണ്ടാണ് അങ്ങനൊരു ക്വസ്റ്റ്യൻ വരുന്നത്. പക്ഷേങ്കിൽ താഴോട്ട് ഇറങ്ങിയെന്ന് പറഞ്ഞാലും ഇതിൻ്റെ ഈ വോള്, അതായത് ഭിത്തി ഭാഗം നനഞ്ഞു കഴിഞ്ഞാൽ ഈ പെയിൻ്റൊക്കെ ഇങ്ങനെ അകത്തുനിന്ന് കുതിരുകയും അതുപോലെ തന്നെ ടൈലിട്ടിച്ചതിന് ശേഷം അത് വൃത്തികേടായിട്ടും ഒക്കെ നിൽക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ചെയ്യുമ്പം എല്ലാവരും വൃത്തിയായിട്ട് ഇതുപോലെ തന്നെ കോസ്റ്റ് കുറച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുവാനായിട്ട് ട്രൈ ചെയ്യുക. അപ്പം താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ബൈ ഓൾ.